എല്ലാവർക്കും നമസ്തേ. രാജ്യസുരക്ഷയെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ പ്രവർത്തനം നിരോധിച്ച തുർക്കി കമ്പനിക്ക് ബോംബെ ഹൈക്കോടതി അനുകൂലമായി വിധി പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് പാകിസ്ഥാന് വേണ്ടി ആയുധങ്ങൾ നൽകി സഹായിച്ച തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗന്റെ മകളുടെ കമ്പനിയായ സെലബിക്ക് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ജോലികൾ നൽകിയിരുന്നതാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അതിന് പകരം മറ്റ് ഏജൻസികളെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ സെലബി മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ആ ഹർജിയാണ് മുംബൈ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി സോമശേഖരൻ സുന്ദരേശൻ താൽക്കാലികമായി തടഞ്ഞത്, അതായത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള കമ്പനിക്ക് അനുകൂലമായി കോടതി നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയേറെ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ജഡ്ജിക്ക് രാജ്യസുരക്ഷയേക്കാൾ വലുതും മറ്റ് പലതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് നോട്ട് പിടിച്ചത്, കോടിക്കണക്കിന് രൂപ കറൻസി നോട്ടുകൾ പിടിച്ചത്. ഇത്തരം സംഭവം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരു ജഡ്ജി രാജ്യ സുരക്ഷയേക്കാൾ മുൻഗണന നൽകി ഒരു ശത്രുരാജ്യത്തിൻ്റെ കമ്പനിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ഭാരതവിരുദ്ധമായ നടപടിയാണ് ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ജഡ്ജിക്ക് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയേക്കാൾ വലുത് മറ്റെന്തൊക്കെയോ ആണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു രീതിയിലും സർക്കാർ അനുവദിച്ചുകൂടാ. നമ്മൾക്ക് വലുത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ ജനങ്ങളുടെ ജീവന്റെ സംരക്ഷണം. ഇതിന് വിരുദ്ധമായി നിന്ന ശത്രുരാജ്യത്തിന് വേണ്ടിയാണ് മുംബൈ ഹൈക്കോടതി ജഡ്ജി ഈ മുൻപ് പറഞ്ഞ സോമശേഖരൻ സുന്ദരേശൻ ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ജൂണിലെ അവധി കഴിഞ്ഞ് കോടതി കൂടുമ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നതുവരെ ഈ സ്റ്റേ തുടർന്നു പോകും. അപ്പോൾ അവിടെ ആ സെലബി എന്ന് പറയുന്ന തുർക്കി കമ്പനി, രാജ്യത്തിൻ്റെ ശത്രുവായ തുർക്കി കമ്പനി ഈ മുമ്പ് ചെയ്തിരുന്ന ജോലികൾ തുടരട്ടെ എന്നാണ് കോടതിയുടെ ഉത്തരവ്. ഇത് ഏത് രീതിയിൽ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയും? കോടതികൾ രാജ്യസുരക്ഷയ്ക്കെതിരായിട്ട് വിധി പറഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ നമ്മൾ അംഗീകരിക്കും? ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയപ്പോൾ തീർച്ചയായും സുപ്രീം കോടതി അതിൽ ഇടപെടണം. സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് ഈ വിധിയെ റദ്ദാക്കുകയാണ് വേണ്ടത്. ഇത് പറയാൻ കാരണം, ഇത് പല കാര്യങ്ങളിലും സുപ്രീം കോടതി നേരിട്ട് ഇടപെടാറുണ്ട്. മറ്റാരും ഹർജിയുമായിട്ട് ചെല്ലാതെ തന്നെ നേരിട്ട് ഇടപെടുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലാത്ത കാര്യങ്ങളിൽ കോടതികൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും രാജ്യസുരക്ഷയെ മുൻനിർത്തി കേന്ദ്ര സർക്കാർ എടുത്ത നടപടികളെ തടയുന്ന സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി സ്വമേധയാ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഈ ജഡ്ജിയുടെ ഈ വിധിയെ, ഈ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഈ വിധിയെ സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ടുകൊണ്ട് അത് തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. ഈ കമ്പനിക്കുള്ള ആ സ്റ്റേ തുടരുന്നതിനായിട്ട് സർക്കാരിന് അനുവാദം കൊടുക്കാൻ നമ്മുടെ
സുപ്രീം കോടതി തയ്യാറാകണം. അതിന് കേന്ദ്ര സർക്കാർ ഹർജിയുമായിട്ട് മുന്നിൽ വരട്ടെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ സുപ്രീം കോടതി പലതിലും അങ്ങനെ ഇടപെടുന്നത് കൊണ്ട് ഇതിലും സുപ്രീം കോടതി നേരിട്ട് തന്നെ ഇടപെട്ട് ഈ ജഡ്ജിയുടെ വിധിയെ തടയുകയാണ് വേണ്ടത്, തള്ളിക്കളയുകയാണ് വേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഈ ജഡ്ജിയുടെ മുന്നിൽ ഹർജിയുമായിട്ട് ചെല്ലുകയാണ്. ഇന്ത്യ ഞങ്ങളെ അകാരണം ഞങ്ങൾക്ക് എതിരെ ആക്രമണം നടത്തി, അതിനെതിരെ നടപടിയെടുക്കണം, ഇന്ത്യൻ പട്ടാളത്തിനെ ശിക്ഷിക്കണം, പ്രധാനമന്ത്രിയെ ശിക്ഷിക്കണം, രാഷ്ട്രപതിയെ ശിക്ഷിക്കണം എന്നും പറഞ്ഞൊരു നടപടിയുമായിട്ട് ഒരു ഹർജിയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ജഡ്ജി അത് ഫയലിൽ സ്വീകരിച്ച് പ്രധാനമന്ത്രിക്കും പട്ടാളത്തിനും പ്രസിഡന്റിനും എതിരെ നോട്ടീസ് അയക്കുമല്ലോ. അത് അനുവദിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ രാജ്യസുരക്ഷയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരു ജഡ്ജി മേൽപ്പറഞ്ഞ പ്രകാരം ഉള്ള ഒരു ഹർജിയുമായിട്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ചെന്നാൽ അത് ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയക്കത്തില്ല എന്ന് ഏത് രീതിയിൽ നമ്മൾ വിശ്വസിക്കും? നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇയാളെ പോലുള്ള ജഡ്ജിമാർ അത് ചെയ്യും എന്നുള്ള കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇതിനെതിരെ ഇത്തരം കോടതികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ജഡ്ജിമാർക്കെതിരെ ജനവികാരം ഉയരണം. ഇവരെ ബഹിഷ്കരിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ഇവരുടെ ഒരു പൊതുപരിപാടിയാകട്ടെ, ഇവരുടെ മുന്നിൽ ഒരു കേസ് നടത്താനാകട്ടെ, കേസ് ലിസ്റ്റ് ചെയ്താൽ പോലും അതിനകത്തിൽ നിസ്സഹകരിക്കാൻ അഭിഭാഷകർ തയ്യാറാകണം. അങ്ങനെ ഇത്തരക്കാരെ സമൂഹത്തിൽ രാജ്യത്ത് ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണം, നമ്മുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കോടതിയിൽ നിന്നായാലും സർക്കാരുകളിൽ നിന്നായാലും. അതിനെതിരാണ് കോടതി വിധി വരുന്നതെങ്കിൽ ജനങ്ങൾ ഇത്തരം ആൾക്കാരെ ബഹിഷ്കരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നടപടികൾ ഇത്തരക്കാരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകും. അത് നമുക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും വളരെയേറെ ദോഷം ചെയ്യും, വളരെയേറെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിനാൽ ജനങ്ങൾ ഇത്തരക്കാരിൽ നിന്ന് ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.